കടമക്കുടി ഏരിയയിൽ വന്ന് നിൽക്കുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിൻറ്റേജ് റിവ്യൂസ് പാർട്ട് 3 ഷൂട്ട് ചെയ്യാനായിട്ടിരിക്കുകയാണ്. പാർട്ട് 3യുടെ വണ്ടി വീട്ടുകാരൊക്കെ ഉറങ്ങുന്നതുകൊണ്ട് ഇന്നും വണ്ടി തള്ളേണ്ടി വന്നു ഗൈസ്. ഡിസ്ക് വീണ്ടും ചെറുതായി പിടിക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം തള്ളുമ്പോഴൊക്കെ ഇടയ്ക്ക് ഡിസ്ക് ഒന്ന് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാൻ ഒന്നും കൂടെ കാണിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും എടപ്പള്ളി പോവാം ഗൈസ്. വിൻറ്റേജ് റിവ്യൂസ് എപ്പിസോഡ് 2. ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടൊക്കെ 2500 രൂപ. ഇല്ലില്ല, കയ്യിലില്ല. മൈസൂറിന് കിട്ടും. ആ ഞാൻ അവിടെ നിർത്തിക്കോ, ഞാൻ നമ്പർ തരാം. അവിടെ അവിടെ നിർത്തിക്കോ, ഞാൻ നമ്പർ തരാം. ആ കേട്ടോ. ഗൈസ്, വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുള്ളി ചേസ് ചെയ്ത് വന്നിട്ട് ഒറിജിനൽ സൈലൻസർ കിട്ടാറുണ്ടോന്ന് ഞാൻ 2 വർഷമായിട്ട് അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. 2 വർഷമായിട്ട് കിട്ടുന്ന സമയത്ത് കാശുണ്ടാവില്ല, കാശുള്ള സമയത്ത് സാധനം കിട്ടാണ്ടാവില്ല. ഈ പറഞ്ഞ 2500 സൈലൻസർ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാട്ടോ. അത്യാവശ്യം നല്ല സൗണ്ടാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളുടെ വണ്ടികളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നൈസൊരു സ്പോട്ടിലേക്ക് പോവാണ് വണ്ടി എടുത്തോണ്ട്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ എവരിവൺ. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഞങ്ങൾ കടമക്കുടി ഏരിയയിൽ വന്ന് നിൽക്കുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിൻറ്റേജ് റിവ്യൂസ് പാർട്ട് 3 ഷൂട്ട് ചെയ്യാനായിട്ടിരിക്കുകയാണ്. പാർട്ട് 3യുടെ വണ്ടി ഇതാണ് വണ്ടി. സോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, രോഹിത് തന്നെയാണ് ഈ വീഡിയോയിൽ നമുക്കുള്ളത്. സോ ഈ വണ്ടി ഏതാണ്? ഇത് വിജയ് സൂപ്പർ അല്ലേ? സോ ആ ഒരു മലയാളം ഫിലിം കണ്ടാണ് ഈ വിജയ് സൂപ്പറും പൗർണമി എന്ന് പറഞ്ഞുള്ള സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പേര് സുപരിചിതമായിരിക്കും. സോ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ അറിയാം. സോ ഇത് ഏത് മോഡലത്? ഇത് 1985 മോഡലാണ്. 1985 മോഡലാണല്ലേ? നമ്മൾ പ്രിയ ഏത് മോഡലാണ്? 87 മോഡലാണ്. 87 മോഡലാണ്. ഇത് ശരിക്ക് എന്റെ ഫാദറിന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. ഫാദറിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് ശരിക്കും ഈ വിജയ് സൂപ്പർ എന്ന് പറഞ്ഞത്. വിജയ് സൂപ്പർ അല്ലേ? എന്റെ മുത്തശ്ശന് ഫാൽക്കൺ എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടായിരുന്നു. ഫാൽക്കൺ. അപ്പൊ എന്താണ് വ്യത്യാസം? ഫാൽക്കണും ഇതും വ്യത്യാസമില്ല, വേറെ മോഡൽ ആണെന്ന് മാത്രമേ ഉള്ളൂ. വിജയ് സൂപ്പറിന്റെ ഷേപ്പും കാര്യങ്ങളും ഒക്കെയാണ്. ഓക്കെ, അതെ. ഓക്കെ. അപ്പൊ അങ്ങനെ അച്ഛന് വേണ്ടി ഞാനിത് ഒരു ട്രിബ്യൂട്ട് വാങ്ങിയതാണ്. അങ്ങനെ വാങ്ങിച്ചതാണ് ഈ വണ്ടി. ഓക്കെ. അപ്പൊ എവിടെ നിന്ന് എടുത്തേ വണ്ടി? ഇത് ശരിക്ക് സുജിത്ത് എന്ന് പറഞ്ഞ എന്റെ ഒരു കൂട്ടുകാരന്റെ വണ്ടി തന്നെയായിരുന്നു. സുജിത്ത് എന്നാണ് പേര്. മേടിച്ചപ്പോ ഈ കളർ അല്ലായിരുന്നു, അല്ല ചുമന്ന കളറായിരുന്നു. അത് ഞാൻ മാറ്റിയിട്ട് കുറച്ച് എലഗൻസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ച് ഈ കളർ ഞാൻ ചൂസ് ചെയ്തു. ഈ ഒരു കളർ അടിച്ചാണല്ലോ. അപ്പൊ എത്ര വർഷമായി വണ്ടി എടുത്തിട്ട്? ഇതിപ്പോ 1 വർഷമായിട്ടുള്ളൂ. 1 വർഷം, ജസ്റ്റ് 1 വർഷം അല്ലേ? 1 ഇയർ ആയിട്ടുള്ളൂ. വാവ്, അതാണ് പെയിന്റ് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കളർ ഇത്തിരി ഡാർക്ക് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പോപ്പ് കളേഴ്സിനോട് എനിക്ക് അങ്ങനെ അങ്ങ് താല്പര്യമില്ല. അതാണ് നമ്മുടെ പ്രിയം ബ്രൗൺ കളർ. അതെ, അതാണ് കുറച്ച് എലഗൻസ് ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഈ കളേഴ്സ് ചൂസ് ചെയ്തു. ഓക്കെ. സോ വണ്ടിയുടെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ശരിക്കും 2 ടൈപ്പ് വിജയ് സൂപ്പേഴ്സ് ഉണ്ട്. ഇത് ശരിക്കും മാർക്ക് 2 ആണ്. മാർക്ക് 2 അല്ലേ? ഇത് വിജയ് സൂപ്പർ മാർക്ക് 2. മാർക്ക് 2 ആണ്. മാർക്ക് 1 എന്ന് പറഞ്ഞ് ഇതിന് മുമ്പ് ഇറങ്ങിയതുണ്ട്. ഇതിന് തൊട്ട് മുന്നേ ഇറങ്ങിയത് മാർക്ക് 1 ആണ്. അതും വളരെ കുറച്ച് പേർക്ക് ഇപ്പൊ ഉള്ളൂ നിലവില്. കുറച്ച് എക്സെപ്ഷണൽ ആണ്. എന്നാലും
ഇത് അതെ ഇതൊന്നും ഇപ്പൊ കാണാനില്ല ശരിക്ക്. വളരെ റെയർ ആയിട്ടുള്ള മാർക്ക് 1 വീഡിയോ ചെയ്യാൻ നോക്കാം ഗൈസ്. ശരിക്ക് ഇതിന്റെ മഡ്ഗാർഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ വിജയ് സൂപ്പർ മാർക്ക് 1ഉം 2ഉം തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, 2ന്റെ ഇങ്ങനെ മൂവബിൾ മഡ്ഗാർഡാണ് ഇത്. പക്ഷേ മാർക്ക് 1 ആണെങ്കിൽ ഇതിങ്ങനെ ഒറ്റ പീസായിട്ട് ഫിക്സ്ഡ് ആയിട്ടിരിക്കും. ഒറ്റ പീസായിരിക്കും. ഒറ്റ പീസായിട്ട് ഇങ്ങനെ കുറച്ചും കൂടി വലുതായിരിക്കുള്ളൂ. ഇതിങ്ങനെ ഫിക്സ്ഡ് ആയിട്ടിരിക്കും. ഇതിങ്ങനെ അനങ്ങില്ല, ജസ്റ്റ് ഈ ഭാഗം മാത്രം ഇങ്ങനെ. ഈ ഒരു പോർഷൻ ആണെങ്കിൽ നമ്മൾ ഹാൻഡിൽ തിരിക്കുമ്പോൾ ലാംബ്രട്ടയുടെ ശരിക്ക് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ലാംബിയുടെ ഒക്കെ അങ്ങനെയാണ്, കുറച്ച് വലുതാണ്. ഈ ഒരു ഷേപ്പ് ആയിരിക്കില്ല മാർക്ക് 1-ന്. മാർക്ക് 1-ന് മാർക്ക് 2-നാണ് ഈ ടൈപ്പ്. ഓക്കെ, സോ അതൊരു വ്യത്യാസമുള്ളത്. ബാക്കിയെല്ലാം സെയിം ആണ്. മാർക്ക് 1, 2 എല്ലാം സെയിം ആണ്. പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഒരു ഇതില്ലേ, ഇത് അത് കമ്പനി വരുന്നതാണോ? അല്ല, കമ്പനി വരുന്നതല്ല. ഇത് നമ്മൾ കസ്റ്റം വേറെ ചെയ്യിപ്പിക്കുന്നതാണ്. ചെയ്യിപ്പിച്ചെടുത്താണല്ലേ? ചെയ്യിപ്പിച്ച് നമ്മൾ വേറെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് ശരിക്കും. ഇത് സാരി കാർഡ് കണ്ടോ, ഇത് ലേഡീസിനൊക്കെ സാരി കാർഡ് വെക്കാൻ, കാല് വെക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം നമ്മളായിട്ട് കസ്റ്റം ചെയ്തെടുക്കുന്നതാണ് ശരിക്കും. ഓക്കെ ഓക്കെ, മേടിക്കുമ്പോൾ ഇത് കിട്ടൂല ശരിക്കും. പണ്ടത്തെ അതെ, ഇത് വിജയ് സൂപ്പർ ഇതിന്റെ 3 സ്പീഡ് തന്നെയാണോ? അല്ല, ഇതിന്റെ വ്യത്യാസമുണ്ട്. പ്രിയയുടെ എല്ലാം 3 സ്പീഡ് ആയിരുന്നു, പക്ഷെ ഇത് 4 സ്പീഡാണ്. 4 സ്പീഡ് ആണല്ലേ? ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ 1 2 3 4 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റ് വിന്റേജ് വണ്ടികളിൽ കുറച്ച് പവർ ഉള്ള വണ്ടിയാണ് വിജയ് സൂപ്പർ അല്ലേ? കുറച്ച് നല്ല പവർ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിന് കീ സിസ്റ്റം ഒക്കെ വന്നല്ലേ? മറ്റേ സ്വിച്ച് സിസ്റ്റം അല്ല അല്ലേ? അത് കീ പിടിപ്പിച്ചതാണോ അതോ കമ്പനി? ഇത് അങ്ങനെയാണ് അതിന്റെ കീ വന്നു. നമ്മളിങ്ങനെ ആക്കാം. ഇത് ഒറ്റ തിരി ഇഗ്നിഷന്റെ, ഇത് ഹെഡ്ലൈറ്റ് അങ്ങനെ. പിന്നെ ഇത് ഡിമ്മും ബ്രൈറ്റും ആക്കാനുള്ള ഇതാണ്, സ്വിച്ച് ആണ് ഇതല്ലേ? ഡിമ്മും ബ്രൈറ്റും. ഇത് ഹോണാണ്. ഹോൺ, ഡിമ്മും ബ്രൈറ്റ് അല്ലേ? ഈ വശത്തൊന്നുമില്ല അല്ലേ? ഈ വശത്തൊന്നുമില്ല. ഇത് മാത്രമേ. ഓക്കെ, ഇനി നമുക്ക് ഈ എൻജിൻ ക്യാബിനും തുറന്നു കാണാൻ പറ്റുമോ? ഞങ്ങൾ വളരെയധികം റിസ്ക് എടുത്തിട്ടാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് കുറെ കൂടെ മറ്റേ ലാംബ്രട്ടയുടെ ടൈപ്പ് ആണല്ലേ? ഇതിന്റെ ഉള്ളൊക്കെ റീപെയിന്റ് ചെയ്തതാണല്ലേ? ഇതിന്റെ ഉള്ളെല്ലാം റീപെയിന്റ് ചെയ്തതാ. ഇത് ഒറ്റടിക്ക് ശരിക്ക് എല്ലാം പാർട്സ് ആക്കി റീപെയിന്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ ഇത് വേറെ ആക്കി, ഇതെല്ലാം ഊരി കഴിഞ്ഞാല് ഒരുപാട് പാർട്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ മാറ്റി ഫിനിഷിങ് അടിക്കേണ്ടി വന്നു. ശരിക്ക് കുറെ വർഷം ആയതുകൊണ്ട് ഇതെല്ലാം പെയിന്റ് എല്ലാം ഇങ്ങനെ കുറച്ചൊക്കെ ദ്രവിച്ചു തുടങ്ങിയായിരുന്നു. അതെല്ലാം ഞങ്ങള് ഇതാക്കി ശരിയാക്കി സെറ്റാക്കി എന്നിട്ടാണ് ഞങ്ങള് പെയിന്റ് അടിച്ചതല്ലേ? അപ്പൊ ഇത് വണ്ടിയൊക്കെ പണിതത് എങ്ങനെ? പണിതത് ശരിക്ക് എന്റെയും ഞാനും ഒരു കൂട്ടുകാരനുണ്ട്, എന്റെ ഒരു ബ്രദർ പോലെയാണ് ശരിക്ക്. കിഷൻ ചേട്ടനാണ്. ഇതാണ് എന്നെ കുറെ കാര്യത്തിന് സഹായിച്ച ഒരാളാണ്. കിഷൻ ചേട്ടനെ കഴിഞ്ഞ വീഡിയോയിലും കണ്ടിട്ടുണ്ട് നമ്മൾ. അതെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ആളാണ് എന്റെ മിക്ക വണ്ടികളും, പ്രിയ അതെ ഇതും അതെ, എല്ലാം എനിക്ക് സെറ്റ് ചെയ്ത് തന്ന ഒരാളാണ്. ഇതും എന്റെ കൂടെ വേറൊരു ആളും ഉണ്ട്, ആളിപ്പോ ഇവിടെ ഇല്ല, തോമസ് എന്നാണ് പേര്. ആള് എല്ലാം അടുത്ത വീഡിയോയില് അവനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഈ പുള്ളിക്കാരനും ആളും കൂടി എല്ലാം സെറ്റ് ചെയ്തു. എഞ്ചിൻ സൈഡിന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ എന്നെക്കാട്ടും കൂടുതൽ അറിയാൻ ആളാണ്. വിജയ് സൂപ്പർ നോർമലി പവർ ഇഷ്ടപ്പെടുന്ന അന്നത്തെ മറ്റേ കോളേജില് മറ്റേ ചെറുപ്പകാലത്ത് ഞരമ്പിൽ പവറുള്ള സമയത്ത് യൂസ് ചെയ്തിരുന്ന കമ്പയർ ടു ലാംബി നോർമലി കുറച്ച് പവർ കൂടുതലാണല്ലോ വണ്ടിക്ക്. പവർ കൂടുതൽ, അത് വേറൊരു ഫീലാണ് ഓടിക്കുക. നമ്മുടെ 100 135 എന്ന് പറഞ്ഞ പോലെ തന്നെ. അതെ, ശരിക്ക് അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം അതിന്റെ വ്യത്യാസം എന്താണെന്ന്. നോർമലി അറിയാത്തവർക്ക് അറിയില്ല എന്ന് പറഞ്ഞ പോലെ. ശരിക്ക് റോട്ടിൽ കൂടെ ഓടിച്ചോണ്ട് പോകുമ്പോ ഈ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇത് വിജയ് അല്ല മോനെന്ന് ചോദിക്കാറുണ്ട്. അവർക്കൊക്കെ കുറച്ച് നല്ല മെമ്മറീസ് ആണ് ഈ വണ്ടിയെ കുറിച്ച്. ശരിക്കും ഇപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറച്ച് മുമ്പ് 2 പേര് വന്ന് ചോദിച്ചു, അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര റോഡ് പ്രസൻസ് ആണല്ലേ ഇത് നമ്മൾ ഓടിക്കുമ്പോ? അതെ, ഓടിക്കുമ്പോ നല്ല, അതെ അത് ശരിക്കും അങ്ങനെ തോന്നുന്നു, നമുക്ക് നല്ല ഫീലാണ് ഇത് ഓടിക്കാൻ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഓടിക്കുന്ന വീഡിയോയിലേക്ക് പോകാം ഗയ്സ്. അതിനു മുമ്പ് നമുക്ക് അടുത്ത ഈ സൈഡിലെ എൻജിൻ ക്യാബിനെ കൂടെ ഒന്ന് കാണാം അല്ലേ? ഓക്കെ,
ഇതാണ് ആ സൈഡ്. ഈ സൈഡിലല്ലേ? ഇതെല്ലാം ഞങ്ങൾ വേറെ റീപ്ലേസ് ചെയ്തതാ. ഇത് ഷോക്ക് റീകണ്ടീഷൻ ചെയ്തു. ഈ ഷോക്ക് അല്ലേ? എഞ്ചിൻ ജസ്റ്റ് കവേഴ്സ് ഒക്കെ ബഫ് ചെയ്തു, കിക്കർ ക്രോം ചെയ്തു. ഇത് ഇങ്ങനെ ആയിരുന്നില്ല, ഇത് ഞങ്ങൾ വേറെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തു. ഈ ഭാഗം എഞ്ചിൻ ഫുള്ള് ഊരി പുറത്ത് വെച്ചിട്ട് ഞങ്ങൾ ഇത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്തു. പ്ലേറ്റ് ചെയ്തല്ലോ ഈ ഒരു പോർഷൻ. ഓക്കെ, ഈ ഒരു ഇതാണോ നമ്മൾ ഇത് തുറക്കാൻ നമ്മൾ യൂസ് ചെയ്യണ ക്ലാമ്പ്. ഇത് ശരിക്കും ഇതിങ്ങനെ വെച്ചിട്ട് ഇതാണ് ഇങ്ങനെ അങ്ങ് ലോക്ക് ചെയ്യുക. ഓക്കെ, ഈ വണ്ടി എടുത്തപ്പോൾ തന്നെ ആ ഒരു പവർ ഡിഫറൻസ് എനിക്ക് മനസ്സിലായിട്ടോ. വണ്ടി അങ്ങോട്ട് ചാടിയാണ് പോകുന്നുണ്ട് വണ്ടി. വണ്ടി കൈ കൊടുത്താൽ വണ്ടി പറക്കുന്നുണ്ട് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒക്കെ 2 സ്ട്രോക്ക് ബൈക്കൊക്കെ യൂസ് ചെയ്ത് ആ ഒരു സ്പീഡ് എന്നുള്ള സാധനം കുറച്ചും കൂടെ ഒക്കെ മൈൻഡിലിരിക്കണവർക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു സ്കൂട്ടർ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ പ്രിയൊക്കെ ചിലപ്പോൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും സ്പീഡില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം. വിൻറ്റേജ് സ്കൂട്ടേഴ്സിൻ്റെ മെയിൻ സീൻ ഇതാണ് കേട്ടോ. സീനല്ല, മെയിൻ ഉപയോഗം. ന്യൂട്രൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നേരെ ഇങ്ങനെ തിരിയും ഹാൻഡിൽ. എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു ഗൈസ് എനിക്കിത്. ഗൈസ് അങ്ങനെ ഇവിടെ വെളിച്ചമൊക്കെ പോയി കണ്ടോ, വളരെയധികം വെളിച്ചമൊക്കെ പോയി. സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോൾ എന്തായാലും വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഞെക്കുക. അതിനു മുമ്പ് എല്ലാവരോടും താങ്ക് യു. വണ്ടിയൊക്കെ എല്ലാ വണ്ടിയും കൂടെ വന്നേ കണ്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ഇട്ടാൽ അതുവരേക്കും ബൈ.